നമ്മൾ കാർട്ടീഷ്യനിൽ ഏരിയ കണ്ട പോലെ, ഏരിയ അണ്ടർ എ കർവ് കണ്ട പോലെ ഒരു പോളാർ ഇക്വേഷൻ ഓഫ് ദി കർവ് തന്നാലും ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന ഒരു കർവ് തന്നാൽ അതിൻ്റെ ഏരിയ ബൗണ്ടഡ് ബൈ r equal to f of theta, where which is a continuous function. R equal to f of theta must be a continuous function. Further, f of theta will be always positive. Then നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ്? Suppose you are having a curve r equal to f of theta. എന്നിട്ട് നമ്മളോട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ലൈനിനും ഈ ലൈനിനടയ്ക്കുക r equal ആൽഫ തീറ്റ ഈക്വൽ ടു ആൽഫയും തീറ്റ ഈക്വൽ ടു ബീറ്റയും. ഇതിൻ്റെ ഏരിയ ബൗണ്ടഡ് കണ്ടുപിടിക്കാവുന്നത്, അത് സെക്ടർ ഏരിയയാണ് വരിക. ആ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ആർ സ്ക്വയർ ഡി തീറ്റ. ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ആർ സ്ക്വയർ ഡി തീറ്റയാണ് ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കാരണം തീറ്റ ഈക്വൽ ടു ആൽഫയും തീറ്റ ഈക്വൽ ടു ബീറ്റയും ആണ് ബൗണ്ട് ചെയ്യണത്. ഈ കർവും ബൗണ്ട് ചെയ്യുന്ന ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ആർ സ്ക്വയർ ഡി തീറ്റയാണ്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാം. അതിന് ചെയ്യാനുള്ളത് find the area enclosed by the lemniscate. Find the area enclosed by lemniscate. R square equal to 4 cos 2 theta. This curve is known as lemniscate. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റൊന്നും തന്നിട്ടില്ല. ഇയാൾ എവിടെ എന്തൊക്കെയാണ് പിന്നെ ഏരിയ എത്രമാത്രം കവർ ചെയ്ത് പോകുന്നുണ്ട്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഫോർമുല നമ്മുടെ കയ്യിലുള്ളത് ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ ആർ സ്ക്വയർ ഡി തീറ്റ. ആർ സ്ക്വയർ നമ്മുടെ കയ്യിൽ റെഡിയബിളി അവൈലബിൾ ആണ്, 4 cos 2 തീറ്റ. പക്ഷേ ആൽഫയും ബീറ്റയും എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos തീറ്റയുടെ പടം നമ്മളൊന്ന് വരയ്ക്കാൻ ശ്രമിച്ചാൽ എന്നിട്ട് അതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പമുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത്, ഇവിടെ ആറിൻ്റെ വാല്യൂസും തീറ്റയുടെ വാല്യൂസും ഒന്ന് പ്ലോട്ട് ചെയ്യാൻ നോക്കുക. തീറ്റ കറസ്പോണ്ടിങ് ആർ വരുമ്പോൾ നമുക്കറിയാം തീറ്റ 0 കൊടുത്താൽ കോസ് 0 1, 4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4, റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഈക്വൽ ടു 4 ദാറ്റ് ആർ ഈക്വൽ ടു 2. അത് മൈനസും ഉണ്ടാകും, നമ്മൾ തൽക്കാലം പ്ലസ് മാത്രം എടുക്കുക. ദെൻ അടുത്ത ആംഗിൾ ഒരെണ്ണം എടുക്കുക, തീറ്റ ഈക്വൽ ടു 15 ഡിഗ്രി എടുത്തേക്കണം. ഇവിടെ 15 ഡിഗ്രി ആകുമ്പോൾ 2 തീറ്റ വരുമ്പോൾ കോസ് 30 ഡിഗ്രി വരും. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. 4 ഇൻറ്റു √3/2 അതിൻ്റെ റൂട്ടാണ് നമുക്ക് കാണേണ്ടി വരിക. 4 ഇൻറ്റു √3/2ൻ്റെ റൂട്ട് കാണേണ്ടി വരും. ഇനി 30 ഡിഗ്രി കൊടുത്താൽ 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോസ് 60 ആവും. കോസ് 60 വരുമ്പോൾ റൂട്ട് ഓഫ് 4 ഇൻറ്റു 1/2 വരും, ദാറ്റ് ഈസ് √2 വരും. 4 ഇൻറ്റു 1/2 മീൻസ് √2 വരും. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 45 കൊടുത്തു. 45 ഡിഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 തീറ്റ ആയതുകൊണ്ട് 2 ഇൻറ്റു 45 90 ഡിഗ്രി, കോസ് 90 0. അപ്പോൾ 0 അവസാനിച്ചു. അപ്പോൾ നമ്മൾ 6 തീറ്റ 0 തൊട്ട് 45 ഡിഗ്രി വരെ പോകുമ്പോഴേക്കും 6 2 തൊട്ട് 0ലേക്ക് തലകുത്തി വീഴുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പടം വരച്ച് നോക്കുമ്പോൾ ഇത് 2 ആണ്, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇപ്പോൾ റൂട്ട് ഓഫ് 2√3 എന്തെങ്കിലും ആവട്ടെ, ഡബിൾ റൂട്ട് വരുന്നുണ്ട്. ഇവിടെ വരുന്നത് 2 ആണ്, ഇപ്പോൾ എത്രയാണ് √2 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വാല്യൂ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞ് വരികയാണ്. 2ൽ നിന്ന് റൂട്ട് ഓഫ് 2√2 ആയി, അത് കുറവാണ്, അതിനേക്കാളും കുറവാണ് √2. ഇത് കുറച്ചും കൂടി മെച്ചായിരിക്കും √3 ഉള്ളതുകൊണ്ട്. ഇവിടെ √2 മാത്രമേ ഉള്ളൂ. അവസാനം വരുമ്പോൾ എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ 2ൽ സ്റ്റാർട്ട് ചെയ്ത് 0ൽ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് പടം വരച്ച് വരുമ്പോൾ ആദ്യം നമുക്കറിയാം ഒരു ഇനീഷ്യൽ ലൈൻ വരയ്ക്കും, പോള് ഇനീഷ്യൽ ലൈൻ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തീറ്റ 0 R 2, അപ്പോൾ 2 0ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, പടം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് 15 ഡിഗ്രിയിൽ പോകുമ്പോൾ അയാൾ റൂട്ട് ഓഫ് 2, അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കുറഞ്ഞ് 45 ഡിഗ്രി ആകുമ്പോഴേക്കും അയാളുടെ
വലിപ്പം എന്തിലേക്ക് പോകും? സീറോയിലേക്ക് പോകും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്, 45 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഒരു നെല്ലിൻ്റെ വിത്ത് പോലെ, ഒരു മണി പോലെ ഇങ്ങനെയാണ് വരുന്നത് ഈ സാധനം. ഇനി നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യമുള്ളത്, ഇവിടെ തീറ്റയ്ക്ക് ഒരു മൈനസ് തീറ്റ കൊടുത്താൽ ഇതിനൊരു കുലുക്കുണ്ടാവില്ല. കോസ് ഓഫ് മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കർവ് സാറ് പറഞ്ഞിട്ടുണ്ട്, തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കർവിനൊരു ചേഞ്ച് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ ലൈൻ അല്ലെങ്കിൽ പോളാർ ആക്സസ്. അപ്പോൾ അതുകൊണ്ട് ഈ കർവ് ഇങ്ങോട്ട് ഇരുന്ന പോലെ തന്നെ എവിടേക്കും ഉണ്ടാവും? താഴേക്കും ഉണ്ടാവും. ഇങ്ങോട്ട് ഇരുന്ന പോലെ താഴേക്കും ഉണ്ടാവും ബിക്കോസ് ഓഫ് സിമെട്രി. ഇനി നമുക്കറിയാം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നിങ്ങൾ. 4 ഇൻറ്റു കോസ് 2 ഇൻറ്റു പൈ മൈനസ് തീറ്റ. പൈ മൈനസ് തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 4 ടൈംസ് കോസ് 2 പൈ മൈനസ് 2 തീറ്റ. 2 പൈ മൈനസ് 2 തീറ്റ യൂഷ്വലി ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്തിൽ കോസ് പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് 4 കോസ് 2 തീറ്റ എന്ന് തന്നെ വരിക. അതായത് ഒരു മാറ്റവും ഫംഗ്ഷൻ ആർ സ്ക്വയർ ഈക്വൽ ടു 4 കോസ് 2 തീറ്റയിൽ തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 4 കോസ് 2 തീറ്റ എന്ന് തന്നെ കിട്ടണം, ഒരു ചേഞ്ച് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് വിൽ ബി സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലൈൻ എക്സ് ഈക്വൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2ന് സിമെട്രി ഉണ്ട്. തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ഉണ്ടാവും ഇതുപോലെ തന്നെ. ഓക്കെ, സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഒരുപോലെ ഇരിക്കും ഈ പടം. പിന്നെ എല്ലാ ഭാഗവും, ഈ ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഒക്കെ ഒരേ വലിപ്പത്തിലുണ്ടാവുക. അപ്പോൾ ആക്ച്വലി നമ്മൾ 0 to π/4ലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അഥവാ 0 to π/4 ചെയ്താൽ സിമെട്രി ഉള്ളതുകൊണ്ട് അതിനെ ഡബിൾ ചെയ്താൽ ഇത് മൊത്തത്തിൽ കിട്ടും. അതിനെ കൂടി ഡബിൾ ചെയ്താൽ അപ്പോൾ എത്ര കഷ്ണം വരും? 1 2 3 4 കഷ്ണം വരും. ഈ 4, അപ്പോൾ ഏരിയ കാണാനായിട്ട് ഏരിയ ഈസ് ഈക്വൽ ടു 4 ടൈംസ് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഫ്രം 0 to π/4. അപ്പോൾ 0 to π/4 ഇത് മാത്രമേ വരുള്ളൂ. പക്ഷെ അതുപോലെ തന്നെയാണ് ബാക്കി 3 കഷ്ണം കൂടെ. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആർ സ്ക്വയർ മീൻസ് 4 കോസ് 2 തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് 2 ഇൻറ്റു 4 integral cos 2 theta becomes sin 2 theta by 2 between 0 to π/4, which is equal to 2 again get cancelled, 4 into sin π/2 minus sin 0, that is equal to, answer is 4. Therefore the required area is equal to 4. The area bounded by r square equal to 4 cos theta is nothing but 4. ഇതിൻ്റെ മക്കൾക്ക് യെസ് ഏരിയ is equal to 4 എന്ന് കിട്ടണം. അപ്പോൾ therefore ഇയാളുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലെമിനിസ്കേറ്റ് ഓഫ് ബെർണോളി എന്നൊക്കെ പറയും. ആർ സ്ക്വയർ ഈക്വൽ ടു 4 കോസ് 2 തീറ്റ ഈക്വൽ ടു 4 എന്ന് കിട്ടാനായിട്ട് കുറേ വഴികൾ നമ്മൾ സഞ്ചരിച്ചായിരുന്നു. ആദ്യം എൻ്റെ പടം വരച്ചപ്പോൾ ആദ്യം 45 ഡിഗ്രിയിലാണ് അയാൾ 2ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിപ്പം 0ലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുന്നു. ബിക്കോസ് ഓഫ് സിമെട്രി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഇറ്റ് ഗോയിങ് ഡൗൺ. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു സിമെട്രി വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഇതുപോലെ തന്നെ കർവ് ഇപ്പുറത്തേക്ക് ഉണ്ടാവും. അങ്ങനെ 4 കഷ്ണമായിട്ടാണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മളിവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. 4 ടൈംസ് 1/2 into integral 0 to π/4 r square d theta. Instead of r square we have 4 cos 2 theta and so on. Find the area enclosed by r equal to a into 1 plus cos theta. r equal to a into 1 plus cos theta. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫിഗറാണ്. ദിസ് ഈസ് കാർഡിയോയിഡ്. കാർഡിയോയിഡിൻ്റെ പടം വരുന്നത് നിങ്ങൾക്ക് അറിയാം. തീറ്റയ്ക്ക് കൊടുക്കാവുന്ന വാല്യൂ, ആറിന് കൊടുക്കാവുന്ന വാല്യൂ, ഡ്രോ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. തീറ്റ 0 കൊടുത്താൽ കോസ് 0 1 1 plus 1 2 into a, that is 2a. ഇനി തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കാവുന്ന ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. തീറ്റ ഈക്വൽ ടു π/3 കൊടുത്താൽ 1, തീറ്റ ഈക്വൽ ടു π/6 കൊടുത്താൽ കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ a ഇൻറ്റു 1 പ്ലസ് √3/2. പിന്നത്തെ π/4 കൊടുത്താൽ a ഇൻറ്റു 1 പ്ലസ് 1/√2. π/3 കൊടുത്താൽ a ഇൻറ്റു 1 പ്ലസ് 1/2. പിന്നെ
π/2 കൊടുത്താൽ നമുക്കറിയാം cos π/2 is 0, therefore it is a. ഇനി പൈ കൊടുത്താൽ cos π is -1, പൈ കൊടുത്താൽ വാല്യൂ is equal to 0, 1 - 1 0. ഇങ്ങനെയാണ് പോകുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 2a സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലായിട്ട് ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറഞ്ഞ് π/2 എത്തും, a എത്തും, പിന്നെ 0ലേക്ക് വരും. ഈ പടം നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ളതാണ്. ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പിന്നെ 2a0 ആണ് പോയിന്റ്. അപ്പോൾ 2a0, a is a പോസിറ്റീവ് ക്വാണ്ടിറ്റി. പിന്നെ ഗ്രാജുവലി ഇത് ഇങ്ങനെ കുറഞ്ഞ് π/2 എത്തുമ്പോൾ എത്രയാണ് വരുന്നത് നോക്കി, a ആണ് വരുന്നത്. ഈ 2a നേർ പകുതിയായിട്ട് വരും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ വരുമ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് a, π/2 വരും. a, π/2. ഇനി അത് ഗ്രാജുവലി കുറഞ്ഞ് പൈയിലേക്ക് എത്തുമ്പോൾ അത് 0ലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഇത് ട്രേസ് ചെയ്ത് പോവുക. ഇനി തീറ്റയ്ക്ക് വരെ -θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. therefore the curve is symmetrical with respect to the initial line. ഇങ്ങനെ വന്നു. ഇതാണ് നമുക്ക് ഫിഗർ നമുക്കറിയാം. അപ്പോൾ ഇതിൽ മൊത്തം റൊട്ടേഷൻ വരെ 0 to 2π ആണ്. ആംഗിൾ അറിഞ്ഞാൽ മതി നമുക്ക് ഏരിയ കാണാനായിട്ട്. ഏരിയ is equal to half into integral 0 to 2π. Instead of alpha, 0, beta, we have 2π r square d theta. R square means a square into 1 plus cos theta whole square is a very important problem into d theta. കാർഡിയോയിഡിൻ്റെ ഏരിയ കാണാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻറ്റഗ്രൽ 0, ഹാഫ് a square ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π 1 plus 2 cos theta plus cos square theta d theta a plus b whole square. That is equal to a square by 2 into integral 0 to 2π 1 plus 2 cos theta. പക്ഷേ cos square theta നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് ഫോർമുലയുണ്ട് 1 plus cos 2 theta divided by 2 whole into d theta. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. That is equal to a square by 2 into theta plus 2 sin theta plus 1 into theta plus sin 2 theta by 2 whole divided by 2. ഇത് രണ്ടിനും അവകാശപ്പെട്ടതാണ്. Between 0 to 2π. That is equal to a square by 2 into theta is 2π, therefore 2π plus 2 sin 2π. Sin 2π is 0 plus ഇവിടെ തീറ്റയ്ക്ക് 2π കൊടുക്കുക, 2π plus sin 2π again 0 plus 0 by 2. Now putting theta equal to 0, lower limit 0, 0, 0, sin 0, 0, എല്ലാം 0 ആണ്, minus 0. Therefore this is equal to, this value equal to a square by 2 into 2π plus π, that is 3π. 2π plus 2π by 2, that is π, 3π. That is equal to 3 by 2 π a square. The area is equal to 3 by 2 π a square. 3 by 2 π a square. 3 by 2 pi a square is the area of the cardioid. R equal to A into 1 plus cos theta. ചിലപ്പോൾ ഇവിടെ ഫൈൻഡ് ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ മാത്രം ചോദിക്കും. ഇതും കാർഡിയോയിഡ് തന്നെയാണ്. പക്ഷേ എ എന്താണ് ഇവിടെ? എയുടെ വാല്യൂ ഇവിടെ എ ഈക്വൽ ടു 1 ആണ്. Therefore, what will be the area of this cardioid? Area is equal to, we will substitute A equal to 1 here. 3 by 2 pi into 1 square, that is 3 by 2 pi is the area of the cardioid. R equal to 1 plus cos theta. Now cardioid സെക്ഷനിൽ വരുമ്പോൾ അടുത്ത സെറ്റ് വരുന്നത് A equal to 1 A into 1 minus cos theta ഉണ്ട്. അതും കാർഡിയോയിഡ് ആണ്. പക്ഷെ അത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതിന് പകരം ഡയറക്ഷൻ ഒന്ന് മാറും, ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുക. ഇതാണ് ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും ഏരിയയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. ആൻസർ എന്ത് തന്നെയാണ് വരിക? ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റയാണ് നമ്മൾ ചെയ്തത്. അത് മാറിയിട്ട് 1 പ്ലസ് കോസ് തീറ്റയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. 1 മൈനസ് കോസ് തീറ്റ വരുമ്പോഴാണ് ഇയാൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ദിസ് ഈസ് ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ
രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ഡയറക്ഷൻ ഒന്ന് മാറിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടാൽ എന്താ വരിക? നമുക്ക് ഏരിയ ഇസ് ഈക്വൽ ടു 3/2 പൈ സ്ക്വയർ തന്നെയാണ് വരിക. എ 1 ആയിട്ടുണ്ടെങ്കിൽ കാർഡിയോയിഡ് ആരാവും? ആർ ഈക്വൽ ടു 1 - cos തീറ്റ. അതിൻ്റെ ഏരിയ വരുന്നത് 3/2 പൈ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ തത്വത്തിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ആക്ച്വലി നമ്മളിവിടെ 4 പ്രോബ്ലം ചെയ്ത പോലെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക, ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 + cos തീറ്റ ഇസ് ദ ജനറൽ ഫോമാറ്റ്. അതിൻ്റെ ഏരിയ കണ്ടു 3/2 പൈ എ സ്ക്വയർ ആണ്. അത് എ 1 ആവുമ്പോൾ 3/2 പൈ ആവും അതിൻ്റെ ഏരിയ. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന കാർഡിയോയിഡ് കാണുമ്പോൾ ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 - cos തീറ്റയാണ് കിട്ടുക. അതിൻ്റെ ഏരിയ വരുന്നത് സെയിം തന്നെ 3/2 പൈ എ സ്ക്വയർ ആണ്. എക്ക് 1 കൊടുത്താൽ ആർ ഈക്വൽ ടു 1 - cos തീറ്റ ആവും. അതിൻ്റെ ഏരിയ വരുന്നത് 3/2 പൈ ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യുക.